ഒരു ഗ്രാമം ഉണരുകയാണ് 13 സംവത്സരങ്ങൾക്ക് ശേഷം. ഓലച്ചൂടിൻ്റെ കുങ്കുമശോഭയിൽ, ചെണ്ടവാദ്യത്തിൻ്റെ മേളപ്പെരുമയിൽ, ചിലമ്പൊലിയുടെ മാസ്മരിക ലഹരിയിൽ കാവിൻ്റെ തിരുമുറ്റം നിദ്രവിട്ടുണരുകയാണ്. നാട്ടുകാരുടെ അഭിമാനവും ആവേശവും വാനോളമുയരുന്നു. എല്ലാവരും ഒന്നാകുന്ന കാഴ്ച. അങ്ങനെയൊരു മണ്ണിലാണ് ഇന്ന് ഡിവൈൻ ട്രെയിൽസ് ഉള്ളത്. അതിയിടം ശ്രീ മുച്ചിലോട്ടുകാവ്. വടക്കൻ പാട്ടുകളുടെയും തെയ്യങ്ങളുടെയും നാടായ കണ്ണൂർ ജില്ലയിലെ പഴയങ്ങാടിക്കടുത്ത് അതിയിടം എന്ന സ്ഥലത്താണ് ഈ മുച്ചിലോട്ടുകാവ് സ്ഥിതി ചെയ്യുന്നത്. 13 സംവത്സരങ്ങൾക്ക് ശേഷമാണ് ഇവിടെ പെരുങ്കളിയാട്ടം നടക്കുന്നത്. ഉത്തര കേരളത്തിലെ മുച്ചിലോട്ടുകാവുകൾക്ക് ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും കാര്യത്തിൽ മറ്റ് കാവുകളിൽ നിന്ന് തീർത്തും വിഭിന്നമാണ്. ആദ്യ മുച്ചിലോട്ടായ കരിവള്ളൂർ ഉൾപ്പെടെ 100-ലധികം മുച്ചിലോട്ടുകാവുകളുണ്ട്. ഒരു സമുദായത്തിൻ്റെ കുടുംബ പരദേവത എന്നതിലപ്പുറത്തേക്ക് സാമൂഹ്യ പാരമ്പര്യത്തിൻ്റെയും ആത്മീയ പാരമ്പര്യത്തിൻ്റെയും കേന്ദ്രം എന്ന നിലയിലും മുച്ചിലോട്ടുകാവുകൾക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. എല്ലാ ക്ഷേത്രങ്ങൾക്കും കാവുകൾക്കും ഉള്ളതുപോലെ മുച്ചിലോട്ടുകാവിനും അതിൻ്റേതായ ഐതിഹ്യമുണ്ട്. ആ ഐതിഹ്യ കഥ ഇങ്ങനെയാണ്. പണ്ട് പരശുരാമൻ ക്ഷത്രിയ നിഗ്രഹം ചെയ്തപ്പോൾ തൻ്റെ പാപപരിഹാരാർത്ഥം 64 ഗ്രാമങ്ങൾ ബ്രാഹ്മണർക്ക് ദാനമായി നൽകി. അതിലൊന്നായിരുന്നു ശ്രീ രാജരാജേശ്വരൻ കുടികൊള്ളുന്ന പെരിഞ്ചല്ലൂർ, അതായത് ഇന്നത്തെ തളിപ്പറമ്പ്. അവിടെ രൈരമംഗലം എന്നൊരു മനയിൽ അതിസുന്ദരിയും പഠിത്തത്തിൽ മിടുക്കിയുമായ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. വേദാന്തങ്ങളും അർത്ഥശാസ്ത്രങ്ങളും അവൾക്ക് മനഃപ്പാഠമായിരുന്നു. അതിൽ അസൂയാലുക്കളായ പണ്ഡിത ബ്രാഹ്മണർ അവളെ ഒരു തർക്കത്തിന് ക്ഷണിച്ചു. അങ്ങനെ അടുത്ത ദിവസം പണ്ഡിത സഭയിലേക്ക് അവൾ എത്തി. ചോദ്യങ്ങൾ ഉയർന്നു വന്നു. എല്ലാ ചോദ്യങ്ങൾക്കും അവൾ ഉത്തരം പറഞ്ഞു. ആദ്യ ദിവസം അവളെ ആർക്കും തോൽപ്പിക്കാനായില്ല. അടുത്ത ദിവസം അവളെ തർക്കത്തിൽ കുടുക്കാനായി പണ്ഡിത ബ്രാഹ്മണർ രസങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ രസം ഏതെന്ന് ചോദിച്ചു. അവൾ കാമരസമെന്ന് മറുപടി പറഞ്ഞു. തുടർന്ന് വേദനയിൽ വെച്ച് ഏറ്റവും വലിയ വേദന ഏതെന്ന് ചോദിച്ചു. അവൾ പ്രസവ വേദന എന്ന് ഉത്തരം കൊടുത്തു. അനുഭവിച്ചറിയാത്ത ഒരാൾക്ക് ഇങ്ങനെ ഉത്തരം പറയാൻ സാധിക്കില്ലെന്നും അവൾ കന്യകയല്ലെന്നും പേറ്റുനോവറിഞ്ഞ അബദ്ധ സഞ്ചാരിണിയാണെന്നും പറഞ്ഞ് അവളെ മുദ്രകുത്തി. അങ്ങനെ ജാതിയിൽ നിന്നും ഭ്രഷ്ട് കൽപ്പിച്ച് പടിയടച്ച് പിണ്ഡം വെച്ചു. മനസ്സു മുറിഞ്ഞ ആ പെൺകുട്ടി കുപ്പം പുഴയും പെരുമ്പപ്പുഴയും കടന്ന് കരിവള്ളൂരെത്തി. കരിവള്ളൂരപ്പന്റെ സന്നിധിയിൽ ചെന്ന് കരിവള്ളൂരപ്പനെയും രേരമംഗലത്തമ്മയെയും തൊഴുതു മടങ്ങി. അപമാനിതയായ പെൺകുട്ടി ജീവത്യാഗം ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ അവൾ അതിനു വേണ്ട അഗ്നികുണ്ഡമൊരുക്കി. ആ സമയത്ത് അതുവഴി എണ്ണയുമായി പോയ മുച്ചിലോട്ട് പടനായകനോട് ആ അഗ്നികുണ്ഡത്തിലേക്ക് എണ്ണ ഒഴിക്കാൻ അവൾ ആവശ്യപ്പെട്ടു. എന്ത് ചെയ്യണമെന്ന് നിശ്ചയില്ലാത്ത മുച്ചിലോടൻ തൻ്റെ കയ്യിലുള്ള എണ്ണ മുഴുവൻ ആ അഗ്നികുണ്ഡത്തിലേക്ക് ഒഴിച്ചു. വീട്ടിലേക്ക് തിരിച്ചെത്തിയ മുച്ചിലോടന് കണ്ടത് തൻ്റെ ഒഴിഞ്ഞ പാത്രം നിറയെ എണ്ണ നിറഞ്ഞൊഴുകുന്നതായാണ്. അപ്പോഴാണ് മുച്ചിലോടന് മനസ്സിലായത് ഇത് ദേവി സാന്നിധ്യമാണെന്ന്. പിന്നീട് മുച്ചിലോട്ടമ്മയെ ഉപാസിക്കാൻ തുടങ്ങി. അതുപോലെ നിരവധി ആൾക്കാർക്കും ദേവി സാന്നിധ്യമുണ്ടായി. ഇതാണ് മുച്ചിലോട്ടമ്മയുടെ കഥ. അറിവ് കൊണ്ട് മനസ്സ് മുറിഞ്ഞ ഒരു പെൺകുട്ടിയുടെ കഥയാണ് മുച്ചിലോട്ടമ്മ പറയുന്നത്. പുരാവൃത്തം എന്തു തന്നെ ആയാലും അപമാനിക്കപ്പെട്ട ഒരു പെൺകുട്ടിയുടെ ഉയർത്തെഴുന്നേൽപ്പിന്റെ കഥയാണ് മുച്ചിലോട്ട് ഭഗവതിയുടേത്. പെരുങ്കളിയാട്ടം എന്നത് മുച്ചിലോട്ടമ്മയുടെ തിരുമാംഗല്യമായി വിശ്വസിക്കപ്പെടുന്ന അതിപവിത്രമായ അനുഷ്ഠാനമാണ്. നിരവധി ആചാരങ്ങളുടെയും ചടങ്ങുകളുടെയും സമന്വയമായ ഈ മഹോത്സവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് വരച്ചുവെക്കൽ.
കാശിപ്പലകയ്ക്കു മുന്നിൽ ക്ഷേത്രേശന്മാരും ജ്യോതിഷ പണ്ഡിതന്മാരും നാട്ടുകാരും സാക്ഷികളായി നിൽക്കുമ്പോൾ നടക്കുന്ന ദൈവപ്രശ്നത്തിലൂടെയാണ് അമ്മയുടെ അനുഗ്രഹം ലഭിച്ച കോലാധാരിക്ക് ദേവിയുടെ അനുമതി ലഭിക്കുന്നത്. ആ പുണ്യനിമിഷം മുതൽ അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനിൽ നിന്ന് ദൈവിക ചൈതന്യം വഹിക്കുന്ന ആത്മസാന്നിധ്യമായി മാറുന്നു. ചടങ്ങിനു ശേഷം കാവിന് സമീപം പ്രത്യേകം സജ്ജമാക്കിയിരിക്കുന്ന കുച്ചിലിലായിരിക്കും കനലാടി വ്രതനിഷ്ഠയോടെ താമസിക്കുക. വരച്ചുവെക്കൽ ചടങ്ങിൽ ആരംഭിക്കുന്ന കളിയാട്ട അനുഷ്ഠാനങ്ങൾ കരിയടിക്കൽ ചടങ്ങോടെയാണ് സമാപിക്കുന്നത്. വിശ്വാസവും സമർപ്പണവും പാരമ്പര്യവും ഒത്തുചേരുന്ന ഈ അനുഷ്ഠാനങ്ങൾ ഒരു ദേശത്തിൻ്റെ ആത്മാവിനെയും സംസ്കാരത്തെയും ജീവന്തമാക്കി നിലനിർത്തുന്നവയാണ്. കളിയാട്ടം എന്നാലും മുച്ചിലോട്ടമ്മയുടെ മാംഗല്യമാണ് അല്ലെ. വലിയൊരു കാത്തിരിപ്പിന് ശേഷം 13 വർഷങ്ങൾക്ക് ശേഷമാണ് അതിയുടെ മുച്ചിലോട്ട് കാവിൽ കളിയാട്ടം നടക്കുന്നത്. എന്താണ് പറയാനുള്ളത്? അതായത് പെരുങ്കളിയാട്ടം, പെരുമയോടുള്ള കളിയാട്ടം, ആചാരപ്പെരുമ, അനുഷ്ഠാന പെരുമ, ആഹാരപ്പെരുമ, ദേശപ്പെരുമ, അതാണ് പെരുങ്കളിയാട്ടം. അപ്പുറം നടത്തുമ്പോൾ ജാതി മതഭേദമന്യേ നടത്തുന്ന സമയത്ത് നമ്മളൊരു കൂട്ടായ്മ, ക്ഷേത്രസന്നിധി എത്തപ്പെടാൻ ഭക്തിയിലപ്പുറത്തേക്ക് ഒരു കൂട്ടായ്മയാണ് അല്ലേ. അത് കൂടാതെ തന്നെ നാനാ വിഭാഗം ജനങ്ങളെ ഉൾപ്പെടുത്തുക. അത് മൂശാരി മുതൽ നമ്പൂതിരി വരെയുള്ള ആൾക്കാർ. അതായത് ശരിക്കും പറഞ്ഞാൽ നാടോടി നമ്മളെ പത്രങ്ങളിലെ മാധ്യമങ്ങൾ കാണുന്നില്ല. ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല, ഒന്നുമില്ല. മുച്ചോട്ട് കളിയാട്ടം എന്ന് പറഞ്ഞാൽ മറ്റുള്ള ഉത്സവം പോലെയല്ല. നമ്മൾ കൃത്യമായ ആചാരാനുഷ്ഠാനങ്ങളോട് കൃത്യമായ ഒരു ചട്ടക്കൂടിൽ നിന്നുകൊണ്ടുള്ള ഉത്സവമാണ് നമ്മളെ ക്ഷേത്ര തിരുമുറ്റു, ക്ഷേത്ര ഭണ്ണാരപ്പുര, അന്നദാനത്തിലുള്ള. എന്നുവെച്ചാൽ നമ്മൾ മറ്റുള്ള ഉത്സവങ്ങൾക്ക് വെച്ചാൽ ഭക്ഷണം വെക്കുന്ന വിളമ്പുന്നത്. പക്ഷെ ഇവിടെ വെച്ച് നമ്മൾ കൃത്യമായ കലശം കുളിച്ച് കലവറക്കൂടി വാലക്കാർ വീട്ടുകാരോ സ്വന്തം ഭാര്യ മക്കൾ എന്നിവരെ അവരെ കുടുംബങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് 4 ദിവസത്തെ പൂർണ്ണമായും നമ്മൾ വ്രതനിഷ്ഠയോടുകൂടി അത്രയും ഇന്ന് മുതൽ, അതുമാത്രം ഇന്ന് വരച്ചു വെച്ച ഇന്ന് മുതൽ നമ്മുടെ സമുദായത്തിൽപ്പെട്ടവരെ എല്ലാ വീട്ടിലും വെച്ചാൽ ഇന്ന് മുതൽ ഇറച്ചി മത്സ്യങ്ങളിലും ഇതാക്കി. അതുകൊണ്ട് നമ്മൾ ആചാരക്കാർ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് നമുക്ക് എവിടെയും പോകാൻ പറ്റില്ല. കരിയടിക്കൽ വരെ ഇവിടെ തന്നെയാണ്. കളിയാട്ടത്തിന്റെ ഒരുക്കങ്ങളൊക്കെ ആയി അല്ലേ. ഒരുപാട് കളിയാട്ടങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കിയ ആളാണെന്ന് കേട്ടിട്ടുണ്ട്. ഏകദേശം എത്ര കളിയാട്ടങ്ങൾക്ക്? ഇപ്പോൾ 23ാമത്തെ പെരുങ്കളിയാട്ടമാണ്. 23ാമത്തെ പെരുങ്കളിയാട്ടമാണ്. അതിഥിയുടെ 2ാമത്താണ്. 2 തവണയായി അതിഥിയിടം. പക്ഷെ മൊത്തത്തിൽ ഇവിടുന്നേക്ക് ഈ വർഷത്തേക്ക് 23 പെരുങ്കളിയാട്ടങ്ങൾ ഭക്ഷണം. അതിയിടത്ത് ഇത് 2ാമത്തെ പ്രാവശ്യമാണ് അല്ലേ. ഒരു വർഷം കുറേ കളിയാട്ടങ്ങൾ ഉണ്ടാവില്ലേ ഓരോ സ്ഥലത്തായി? കഴിഞ്ഞ വർഷം ഇപ്പോൾ 3 പെരുങ്കളിയാട്ടം ഉണ്ടായി. 3 പെരുങ്കളിയാട്ടം തന്നെ ഉണ്ട്. മാതമംഗലം, കോക്കാട്, നീലേശ്വരം ഒക്കെ 3 സ്ഥലത്ത് നമ്മളാണ് ഉണ്ടാക്കിയത്. കളിയാട്ട സമയത്ത് എത്ര പേര് ഏകദേശം ഭക്ഷണം കഴിക്കാനുണ്ടാവും? കളിയാട്ട സമയത്ത് എന്ന് പറഞ്ഞാൽ 4 ദിവസത്തേക്ക് 6 നേരത്തെ ഭക്ഷണമാണ്. 6 നേരം ഭക്ഷണം കൊടുക്കും. 4 ദിവസം 6 നേരം. 4 ദിവസം 6 നേരം. അപ്പോൾ ഓരോ സ്ഥലത്ത് ഓരോ അളവിലാണ്. ഇപ്പം 1 ലക്ഷമുള്ള സ്ഥലമുണ്ട്, 1.5 ലക്ഷമുള്ള സ്ഥലമുണ്ട്, 2 ലക്ഷം പേര് പങ്കെടുത്ത സ്ഥലമുണ്ട്. ഇവിടെ ഏകദേശം ഒരു 1.5 ലക്ഷമാണ് പ്രതീക്ഷിക്കുന്നത് ഒരു ദിവസം. 4 ദിവസത്തേക്ക് കൂടി 1.5 ലക്ഷം. 1.5 ലക്ഷം ആൾക്കാർ. അതായത് ഉച്ചയ്ക്കും രാത്രി. ലാസ്റ്റ് ദിവസം എന്ന് പറഞ്ഞാൽ ഉച്ച മുതൽ രാത്രി 12 മണി വരെ ഭക്ഷണം കൊടുക്കും. അതിൽ പിന്നെ ഒരു കല്യാണ സദ്യയാണ് ശരിക്കും പറഞ്ഞാൽ. അതായത് പുളിയിഞ്ചി മുതൽ പായസം, പപ്പടം, പഴം, ഉപ്പേരി എല്ലാം ശരിക്കും മുച്ചിലോട്ടമ്മയുടെ മാംഗല്യാണല്ലോ അല്ലേ. ഇതിനായിട്ട് പ്രത്യേക എന്തെങ്കിലും ഒരുക്കങ്ങൾ ഉണ്ടോ? അല്ല വ്രതം അങ്ങനെയൊന്നും? വ്രതമുണ്ട്. ഇപ്പൊ ഇന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കളിയാട്ടം കഴിഞ്ഞാൽ വ്രതം തന്നെയാണ്. ഇന്ന് കഴിഞ്ഞാൽ നാളെ മുതൽ വ്രതമാണ്. പിന്നെ കളിയാട്ട ദിവസം രാവിലെ കലശം കുളിച്ച് കയറിയാൽ പിന്നെ കളിയാട്ടം കഴിയുന്നവരെ ഇതിനകത്ത് തന്നെയാണ് എല്ലാം. ഉറക്കും മിസ്സും എല്ലാം.
ഏറ്റവും കൂടുതൽ കളിയാട്ടം കണ്ടിട്ടുണ്ടാവും അല്ലേ ഗോപാലേട്ടൻ? 5ാമത്തെ കളിയാട്ടം. ഇത് 5ാമത്തെ കളിയാട്ടാണ്. 13 വർഷങ്ങള് കൂടുമ്പാണ്. എന്തായി ഒരുക്കങ്ങളൊക്കെ? ഇപ്പോഴേ ഏകദേശം ഒരു 95% ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. ഇന്ന് വരച്ചുവെക്കൽ ചടങ്ങ് വരച്ചോക്കലോട് ഇനി ഒരു 5% ചടങ്ങ് എന്ന് പറഞ്ഞാൽ ഒരു മിനുക്ക് പണിയുണ്ട് കളിണ്ട്. അത് ഈ ഇന്നത്തെ പോരായ്മകളെല്ലാം അടുത്ത വരുന്ന കളിയാട്ട ദിവസങ്ങളിലേക്ക് മായ്ക്കണം. പോരായ്മ ഇല്ലാത്ത വിധത്തിൽ നമുക്ക് ഈ സെറ്റ് പൂർത്തിയാക്കണം. ഇപ്പൊ കഴിഞ്ഞ കളിയാട്ടങ്ങളില്ലേ, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്നാ തോന്നുന്നു ഗോപാലേട്ടൻ? അന്നത്തെ കളിയാട്ടും ഇന്നത്തെ കളിയാട്ടും വളരെ വ്യത്യാസമുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ അന്ന് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സീറ്റിങ്സ് ഒന്നും ഇങ്ങനെയൊന്നും വേണ്ട, ഇതിന്റെ പകുതിയേ വേണം. ഇങ്ങനത്തെ ആധുനിക സജ്ജീകരണങ്ങളൊന്നും വേണ്ട. മറ്റുള്ള കുടിവെള്ളത്തിലും മറ്റേ ഭക്ഷണത്തിലും പിന്നെ അതിൻ്റെ പരിസര ശുചീകരണത്തിലും എല്ലാം വളരെ വ്യത്യാസമാണ്. എന്താ കാരണം വെച്ചാൽ മുമ്പ് നമുക്ക് നിരത്തുനിന്നാണ് ഭക്ഷണം നമുക്ക് കഴിക്കല് ഇരുന്നിട്ട്. ഇന്ന് അതല്ല, ഇന്ന് നല്ല ഡെസ്കും മേശയും മറ്റേ ബാക്കിയുള്ള സൗകര്യങ്ങളുണ്ട്. ഫാൻ അടക്കില്ല, വലിയ വലിയ പന്തലുകൾ അങ്ങനെല്ലാം വേണം. ഇന്ന് നേരെ അന്നൊന്നും അതൊന്നും വേണ്ട. എവിടെയെങ്കിലും ഭക്ഷണം കഴിക്കാൻ നമുക്ക് ആൾക്കാർക്ക് ഉണ്ട്. പക്ഷെ ഇന്ന് ആ ഭക്ഷണം കഴിക്കാൻ ഏറ്റവും കൂടുതൽ വരുന്നത് ആൾക്കാർ വരുന്നത് ഇന്നാണ്. ഒരു നേരത്തെ ഭക്ഷണത്തിന്റെ വിലയല്ല, ഒരു അമ്മേരെ ഒരു പ്രസാദം എന്നുള്ള നിലയിൽ വരുന്നതാണ്. അത് അതിന്റെ നല്ല നിലയിൽ തന്നെ കൊടുത്തിട്ട് വിടണം എന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ഒരുപാട് കരുതൽ വേണം. ഒരുപാട് അധ്വാനം ഉണ്ടല്ലേ? അധ്വാനം എന്ന് പറഞ്ഞാൽ നമ്മൾ ശാരീരികമായിട്ടുള്ള അധ്വാനം എന്ന് പറയുന്നത് ചെറുതല്ല. ശാരീരികമെന്ന് നമ്മളിപ്പം മിക്കവാറും പണിയെടുക്കുന്ന ഒരു 3 മാസമായി. വീടിനെ മറന്നുകൊണ്ടുള്ള പണിയാണ്. അപ്പോൾ 3 മാസം നമ്മൾ തുടർച്ചയായി പണിയെടുത്തിട്ട് ഞാൻ മാത്രമല്ല, ഇവിടുത്തെ മിക്കവാറും എല്ലാ ബാല്യക്കാരും ഫ്രീ ആയിട്ടാണ് പണിയെടുക്കുന്നത്. ആരും പൈസക്കല്ല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. കളിയാട്ടം എന്നത് ആഘോഷത്തിനപ്പുറത്തേക്ക് ഒരു ഉത്തരവാദിത്വം കൂടിയാണ്. എങ്ങനെയാണ് കളിയാട്ടത്തെ നോക്കിക്കാണുന്നത്? കളിയാട്ടം എന്ന് പറഞ്ഞാൽ ഒരു ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷം ഇവിടെ സൃഷ്ടിക്കപ്പെടുകയാണ്. അതിലുപരി ഓരോരോ പേരും ഇവിടെ വന്ന് സന്തോഷത്തോടു കൂടിയിട്ട് ഭക്തി നിർഭരമായ ഈ അന്തരീക്ഷത്തിൽ എല്ലാവർക്കും അനുഗ്രഹം ചൊരിയുന്നതാണ് മുച്ചിലോട്ടമ്മ. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുകയും നല്ല രീതിയിൽ സന്തോഷപ്രദമാവുകയും ഒരു അപകടവും ഇല്ലാതെ ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാർ വരികയും അവർ ഇതൊക്കെ അനുഭവിച്ച് തിരിച്ചു പോകുമ്പോഴാണ് നമ്മൾ അതിലൊരു സന്തോഷം ഉണ്ടാവുന്നത് അല്ലേ? ഒരു ഒരുമയുടെ ആഘോഷം കൂടിയാണ് അല്ലെ? നമ്മിങ്ങനെ നോക്കി കാണുമ്പോൾ അത് ശരിക്കും എല്ലാവരുടെ മുഖത്തും ഭയങ്കര സന്തോഷമാണ് കാണുന്നത്. എത്ര നേരം വേണമെങ്കിലും ക്യൂ നിന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഒരു സന്തോഷം ഉണ്ട് എല്ലാവർക്കും ഉണ്ട്. അതിനുവേണ്ടി ഒരു വർഷക്കാലമായി ഇവിടുത്തെ ബാല്യക്കാർ അതിനുവേണ്ടി എടുക്കുന്ന അശ്രാന്ത പരിശ്രമം, ഇവിടേക്കുള്ള ഓരോ നിർമ്മാണങ്ങളും നിങ്ങൾ നോക്കി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത്രയും അതിഗംഭീരമായിട്ടാണ് ഇവിടെയുള്ള ഓരോ കാര്യങ്ങൾ അവർ ആത്മാർത്ഥതയോട് സമർപ്പണം എന്ന രീതിയിലാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. ഉത്സവ കമ്മിറ്റിയുടെ ചെയർമാനാണ്. അതെ. കുടുംബത്തിൽ നിന്ന് ഇത് എത്രാമത്തെ ചെയർമാനാണ്? എൻ്റെ അമ്മയുടെ അച്ഛൻ പണ്ട് ചെയർമാനായിരുന്നു. എനിക്കറിയില്ല, എൻ്റെയൊക്കെ ചെറുപ്പകാലങ്ങളിലോ അതിനു മുമ്പോ ആയിരുന്നു അടുത്ത കണ്ണൻ നമ്പ്യാർ. അതിനുശേഷം എൻ്റെ അച്ഛൻ 2 പ്രാവശ്യമായി എന്ന് പറയുന്നു, അല്ല 1 പ്രാവശ്യം, എൻ്റെ ഓർമ്മയിൽ അച്ഛൻ 1 പ്രാവശ്യം ചെയർമാനായിരുന്നു. പിന്നെ അടുത്ത കാലത്ത് ഇപ്പം രവിയേട്ടൻ, കഴിഞ്ഞ ചെയർമാൻ രവിയേട്ടനായിരുന്നു. ഇപ്പോൾ മുച്ചിലോട്ടമ്മ തന്നെയാണ് ഈ ചെയർമാൻ ആക്കിയത് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. നമ്മളൊക്കെ അറിയാം, സംഘാടക സമിതി ഇപ്പോൾ രൂപീകരിച്ചത് 1 വർഷം മുന്നെയാണ്. 1 വർഷം പൂർത്തിയാവുകയാണ് സംഘാടനം. ഞാനും അതിൻ്റെ ഭാഗമായിരുന്നു. ആ 1 വർഷക്കാലമായിട്ട് ഈ നാട് ജാതിപത ഭേദമന്യേ എല്ലാവരും ഒത്തുചേർന്ന് ഇതിൻ്റെ ഓരോ കമ്മിറ്റികളും ആ കമ്മിറ്റികളുടെ ഉത്തരവാദിത്തങ്ങൾ വിജയിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ, അതോടൊപ്പം ഇനിയുള്ള കാത്തിരിപ്പ് 4 ദിവസത്തെ തെയ്യത്തിന് വേണ്ടി മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി നിവരുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഇനിയുള്ള ദിവസങ്ങൾ നമ്മുടെ മുന്നിലുള്ളത്. ഏതായാലും നമുക്ക് നാടിൻ്റെ ഒരു കൂട്ടായ്മയായി, സ്നേഹത്തിൻ്റെ, സൗഹൃദത്തിൻ്റെ പങ്കുവെക്കൽ കൂടിയായി ഈ പെരുങ്കളിയാട്ടങ്ങളെ നമുക്ക് മാറ്റാം. അതിന് നമുക്ക് ചേർന്ന് തീർച്ചയായും അതിൽ ജനപ്രതി എന്നൊരു ഞങ്ങളും എല്ലാ ദിവസവും ഇവിടെ തന്നെ ഉണ്ടാവും. കാവുകൾ വെറും മതാചാരങ്ങളുടെ ഇടങ്ങൾ മാത്രമല്ല, ഒരു നാടിൻ്റെ ചരിത്രവും സംസ്കാരവും ജനതയുടെ ആത്മാവും ശ്വാസം കൊള്ളുന്ന പുണ്യഭൂമികൾ കൂടിയാണ്. കളിയാട്ടത്തിന് മുന്നോടിയായി നടക്കുന്ന ഓരോ ചടങ്ങും വരാനിരിക്കുന്ന കളിയാട്ട നാളുകളിലേക്കുള്ള പുണ്യ സജ്ജീകരണവും ഭക്തിയുടെ ആത്മയാത്രയും തന്നെയാണ്. ഇനിയൊരു കാത്തിരിപ്പാണ് പെരുങ്കളിയാട്ടത്തിനായി. 13 സംവത്സരങ്ങൾക്ക് ശേഷം മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി ഉയരുന്നതിനുള്ള കാത്തിരിപ്പ്.